ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വ്യൂസ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14/11/2024 23,559 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 3 ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് 45 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഇന്ന് 23,605 ഓപ്പൺ ആയിരിക്കുകയാണ്. ചാർട്ട് പ്രകാരമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, പോയ കുറേ ദിവസങ്ങളായി നിഫ്റ്റി ഒരു സെല്ലിംഗ് ട്രെൻഡിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഗ്യാപ്പ് അപ്പ് ലഭിക്കുമ്പോൾ തീർച്ചയായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാവും നമുക്ക് ലഭിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഈ ലെവൽ ഡേയ്സ് ഹൈ എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ ഈ റെസിസ്റ്റൻസ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഹോൾഡ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ലാഭം ലഭിക്കുകയും നല്ല ലാഭം ലഭിക്കുകയും വീണ്ടും റീ എൻറ്റർ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഇവിടെ പരിശോധിച്ചാൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ എവിടെയും ഒരു റിവേഴ്സൽ തരാതെ വളരെ വേഗത്തിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന എല്ലാ ലെവലുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രധാന സപ്പോർട്ടായ 23,365 എന്ന ലെവലിൽ വന്ന് ടെസ്റ്റ് ചെയ്യുകയും പിന്നീട് അവിടുന്ന് ഒരു റിവേഴ്സൽ തരികയും ചെയ്തു. ഇത് കൃത്യമായും അറിയാവുന്നവർക്ക് ഒരു ട്രേഡ് വീണ്ടും റീ എൻറ്റർ ചെയ്യാനുള്ള ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ്. എന്നാൽ ഇവിടെ നിന്നും ഈ റിവേഴ്സൽ കിട്ടിയതിനെയും കോൾ ഓപ്ഷൻ ബൈ ചെയ്തും ഇവിടെ നിന്നും നല്ല ലാഭം എടുത്തും ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന ഫീൽ കൊണ്ട് ഈ രേഖപ്പെടുത്തിയ ലെവൽ അതല്ലെങ്കിൽ ഈ ലെവൽ റെസിസ്റ്റൻസ് ആയി കണക്കാക്കി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം എന്ന് കരുതിയ ഒരാൾക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും വ്യക്തമായ ഒരു റിവേഴ്സലാണ്. ഇവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം പുതിയ ഉയരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രൈസ് അപ്വേർഡ് പോവുകയാണ്. ആ തരത്തിൽ ഒന്ന് ബോധ്യമായവർക്ക് ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് തീർച്ചയായും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതായിരുന്നു. അതല്ലെങ്കിൽ ഇവിടെ ഏറ്റവും അടുത്ത ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പർ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ഈ ടാർഗറ്റാണ് ആദ്യമായി പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കയറുക എന്ന് പറയുന്നത് ഈ ലെവൽ ട്രേഡ് ചെയ്ത പലരും ഉണ്ട്. വളരെ നല്ല പ്രോഫിറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയ സപ്പോർട്ട് അത് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് വന്നപ്പോൾ റെസിസ്റ്റൻസ് ആയി മാറി. അങ്ങനെയെങ്കിൽ 23,547 എന്ന ലെവലിലെത്തി സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തവർ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഒന്നുകിൽ ഈ ലെവൽ അതല്ലെങ്കിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയ ഏതൊരാൾക്കും സാമാന്യം നല്ല ടാർഗറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് വളരെ കൃത്യമായി അറിയാവുന്നവർക്ക് ട്രേഡിംഗ് പ്രൈസ് ആക്ഷൻ പ്രകാരം ചെയ്യാൻ അറിയാവുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 23,443 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസ് ആയി 23,644 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസ് ആയി 23,570, 610 എന്നിവയും ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് കണക്കാക്കുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്നൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. 23,610, 23,644 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ മാത്രം വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് വീണ്ടും ബ്രേക്ക് ചെയ്ത് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ
വീണ്ടും നിഫ്റ്റി വീക്കായേക്കാം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ രേഖപ്പെടുത്തിയവ. 23,307, 282, 260, 230 എന്നിങ്ങനെയാണ് അവ. അതിൽ 230 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് കണക്കാക്കുന്നത്. തൊട്ട് താഴെയുള്ള ലെവലുകൾ മുമ്പും നമ്മൾ കണ്ടതാണ്, നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. 50,333 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 50,763 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, പ്രധാന റെസിസ്റ്റൻസ് ലെവൽ. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അത് രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്, 50,763 എന്ന ലെവലിന് മുകളിൽ. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക, അതായത് 50,870 എന്ന ലെവലിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് കയറുക എന്ന് വെച്ചാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ കാണുന്നവ. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, അതല്ലെങ്കിൽ ഈ ലെവലുകളൊക്കെ നമുക്ക് ഇത്തരം ലെവലുകളൊക്കെ ഒരു റിജക്ഷൻ ക്യാൻഡിലെ ലെവലിലൊക്കെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയി കണക്കാക്കേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്ന് വെച്ചാൽ 49,904 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുക എന്ന് കരുതിയാൽ പ്രൈസ് വീണ്ടും വീക്കായി, ഇൻഡെക്സ് വീക്കായി നമുക്ക് സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. 49,529, 49,908 എന്നിങ്ങനെയൊക്കെയുള്ള ലെവലുകളാണ് തുടർന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി അല്പം സ്ട്രോങ് ആണ്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. വാർത്തകൾക്കനുസരിച്ച് ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി അപ്വേർഡ് പോയേക്കാം, എങ്കിൽ മാത്രമാണ് മറ്റു ഇൻഡെക്സുകളും ഹോൾഡ് ആവുകയുള്ളൂ. 77,291 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 77,932 ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായി മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസായി 77,690 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ഈ ലെവലിന് മുകളിൽ 77,690 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണ് 5 മിനിറ്റ് 15 മിനിറ്റിൻ്റെത് എങ്കിൽ തുടർന്ന് പ്രൈസ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. 76,964 എന്ന ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിലാണ് ഇൻഡെക്സ് വീണ്ടും വീക്ക് ആയേക്കാം എന്ന് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നാൽ ഈ ലെവലിൽ താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പോലും പ്രൈസ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം. എങ്കിലും സെല്ലിംഗ് ഡയറക്ഷനിൽ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ഈ ലെവലിന് താഴെ 76,964 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ തുടർന്ന് താഴോട്ട് വീണ്ടും ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പതിവ് പോലെ ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കുന്ന, എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ തന്നെയാണ്. നിങ്ങൾ പ്രയോജനപ്പെടുന്നതിന് സന്തോഷം.
എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് നമ്മളുടെ ലെവലുകൾ എന്ന് ഫീൽ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.